നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട, എന്നാൽ പലപ്പോഴും നമ്മളെ കുറച്ചൊക്കെ കുഴപ്പിക്കുന്ന ഒരു നിയമത്തെക്കുറിച്ചാണ്. അതെ, 1882 സ്വത്ത് കൈമാറ്റ നിയമം. അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടന്നാലോ? നിങ്ങളൊരു വീട് വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ ഒരു തുണ്ട് ഭൂമി ആർക്കെങ്കിലും സമ്മാനമായി കൊടുക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒന്നുണ്ട്. ഈ കാര്യങ്ങളെയെല്ലാം നിയന്ത്രിക്കുന്നത് 140 വർഷം പഴക്കമുള്ളൊരു നിയമമാണ്. ശരിക്കും പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടാക്കിയ ഒരു നിയമം. അപ്പോൾ ഇത്രയും പഴയൊരു നിയമം ഇന്നത്തെ കാലത്ത് എങ്ങനെയാണ് പ്രസക്തമാകുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ശരിയപ്പോൾ ഇന്ത്യയിലെ സ്വത്ത് കൈമാറ്റങ്ങൾക്ക് ഒരു കൃത്യമായ റൂൾ ബുക്കുണ്ടോ? തീർച്ചയായുമുണ്ട്. നമുക്ക് ആ നിയമപുസ്തകത്തിന്റെ ആദ്യത്തെ താളുകളൊന്ന് മറച്ചു നോക്കാം. നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര സിമ്പിളല്ല കാര്യങ്ങൾ. ഇന്ത്യയിലെ ഏതൊരു സ്വത്ത് കൈമാറ്റവും ഒരു തമാശയല്ല. അതിന് വ്യക്തമായ നിയമങ്ങളുണ്ട്, ഒരു ചട്ടക്കൂടുണ്ട്. ഈ ചട്ടക്കൂടാണ് നമ്മുടെയൊക്കെ സ്വത്തിനൊരു സുതാര്യതയും സുരക്ഷിതത്വവും ഉറപ്പാക്കുന്നത്. ഇന്ത്യയിലെ പ്രോപ്പർട്ടി സംബന്ധമായ നിയമങ്ങൾ പ്രധാനമായും ഈ രണ്ട് നിയമങ്ങളെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. ഇതിൽ നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം 1882 സ്വത്ത് കൈമാറ്റ നിയമമാണ്. മിക്കവാറും എല്ലാത്തരം സ്വത്തിടപാടുകളുടെയും നട്ടെല്ല് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. ഒരു ചോദ്യം വരാം. ഈ നിയമം എല്ലാത്തരം സ്വത്ത് കൈമാറ്റങ്ങൾക്കും ബാധകമാണോ? അല്ല, ഇതിന്റെ ഒരു പരിധിയുണ്ട്. ആ പരിധി എവിടെ തുടങ്ങുന്നു, എവിടെ അവസാനിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ഈ നിയമത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം ഇന്റർ വൈവോസ് എന്ന ലാറ്റിൻ വാക്കിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. എന്താണിതിനർത്ഥം? ജീവിച്ചിരിക്കുന്ന വ്യക്തികൾക്കിടയിൽ എന്ന്. അതായത് ജീവിച്ചിരിക്കുന്ന രണ്ട് വ്യക്തികൾ തമ്മിൽ നടക്കുന്ന കൈമാറ്റങ്ങളെയാണ് ഈ നിയമം പ്രധാനമായും കൈകാര്യം ചെയ്യുന്നത്. ഒരാൾ മറ്റൊരാൾക്ക് സ്വത്ത് കൈമാറുമ്പോൾ രണ്ടുപേരും ജീവനോടെ ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ നിയമം എവിടെയൊക്കെയാണ് ബാധകമാകുന്നത്, എവിടെയൊക്കെ അല്ല? വളരെ വ്യക്തമാണ്. ജീവിച്ചിരിക്കുന്ന ഒരാൾ മറ്റൊരാൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം എന്തെങ്കിലും വിൽക്കുകയോ സമ്മാനിക്കുകയോ അല്ലെങ്കിൽ പാട്ടത്തിന് നൽകുകയോ ചെയ്യുമ്പോൾ ഈ നിയമം വരും. എന്നാൽ കോടതി ഒരു പ്രോപ്പർട്ടി ലേലം ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു വിൽപ്പത്രത്തിലൂടെയോ അനന്തരാവകാശമായിട്ടോ സ്വത്ത് കിട്ടുകയാണെങ്കിലോ അവിടെ ഈ നിയമത്തിന് റോളില്ല. അതിനൊക്കെ വേറെ നിയമങ്ങളുണ്ട്. അടുത്തതായി ഈ നിയമം എങ്ങനെയാണ് പോസിറ്റഡ് ചെയ്തിരിക്കുന്നത് എന്ന് നോക്കാം. ഒരു വലിയ കെട്ടിടത്തിന് ഒരു ബ്ലൂ പ്രിന്റ് ഉള്ളതുപോലെ ഈ നിയമത്തിനും വളരെ കൃത്യമായ ഒരു ഘടനയുണ്ട്. ആകെ 137 വകുപ്പുകൾ. പേടിക്കേണ്ട, ഇതെല്ലാം കൂടി കാണാപാഠം പഠിക്കുകയൊന്നും വേണ്ട. ഓരോ തരം ഇടപാടുകളെക്കുറിച്ചും കൃത്യമായി പറയാനാണ് ഇത്രയധികം വകുപ്പുകൾ. ഇത് നിയമത്തിന്റെ സങ്കീർണതയല്ല, മറിച്ച് അതിന്റെ കൃത്യതയാണ് കാണിക്കുന്നത്. ഈ നിയമം പ്രധാനമായും ഭൂമി, കെട്ടിടം പോലുള്ള സ്ഥാവര വസ്തുക്കളെക്കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിലും ചില ഭാഗങ്ങൾ സ്വർണം, പണം പോലുള്ള ജംഗമ വസ്തുക്കൾക്കും ബാധകമാണ് കേട്ടോ. ഈ ചാർട്ട് നോക്കൂ, അത് വ്യക്തമാണ്. അതായത് വകുപ്പുകൾ 5 മുതൽ 37 വരെയും 122 മുതൽ 137 വരെയുമുള്ള പൊതുവായ തത്വങ്ങൾ ഈ രണ്ട് തരം സ്വത്തുക്കൾക്കും ഒരുപോലെ ബാധകമാണ്. ഈ പട്ടിക കണ്ടില്ലേ? വിൽപ്പന, പണയം, പാട്ടം, സമ്മാനം, ഇങ്ങനെ ഓരോ ഇടപാടിനും കൃത്യമായ അധ്യായങ്ങളും വകുപ്പുകളുമുണ്ട്. എല്ലാം എത്ര ചിട്ടയായാണ് ഇതിൽ ക്രമീകരിച്ചിരിക്കുന്നത് എന്ന് നോക്കൂ. ഇനി നമുക്ക് ഈ നിയമത്തിന്റെ ഉള്ളറകളിലെ ഒരു രഹസ്യമുറി തുറന്നു നോക്കിയാലോ? അതെ, എല്ലാവർക്കും ബാധകമല്ലാത്ത ഒരു പ്രത്യേക ഒഴിവാക്കൽ ഈ നിയമത്തിലുണ്ട്. എന്താണത്? നമുക്ക് കാണാം. 1882 ഈ നിയമം ആദ്യമായി നിലവിൽ വന്നപ്പോൾ അതിലുണ്ടായിരുന്ന ഒരു വ്യവസ്ഥയാണിത്. ഇതനുസരിച്ച് നിയമത്തിലെ പൊതുതത്വങ്ങളടങ്ങിയ 2-ാം അധ്യായം രാജ്യത്തെ പ്രധാന മതവിഭാഗങ്ങൾക്ക് ബാധകമായിരുന്നില്ല. ഒരുപക്ഷെ അന്നത്തെ സാമൂഹിക സാഹചര്യങ്ങളെ പ്രതിഫലിപ്പിക്കാനായിരിക്കാം ഇത്. എന്നാൽ കാലം മാറിയപ്പോൾ സ്വാഭാവികമായും നിയമത്തിലും മാറ്റങ്ങൾ വന്നു. 1929 ഒരു പ്രധാന ഭേദഗതിയിലൂടെ ഹിന്ദുക്കളെയും ബുദ്ധമതക്കാരെയും ഈ ഒഴിവാക്കലിൽ നിന്ന് നീക്കി. പക്ഷേ മുഹമ്മദിയ നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഈ ഒഴിവാക്കൽ മറ്റൊരു രൂപത്തിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഇതിന്റെ പ്രായോഗികമായ അർത്ഥമെന്താണെന്ന് വെച്ചാൽ, സ്വത്ത് കൈമാറ്റ നിയമത്തിലെ പൊതുതത്വങ്ങളും മുസ്ലിം വ്യക്തി നിയമവും തമ്മിൽ ഒരു വിഷയത്തിൽ പൊരുത്തക്കേടുണ്ടായാൽ മുസ്ലിം വ്യക്തി നിയമത്തിനായിരിക്കും മുൻഗണന. നമ്മുടെ നിയമം എങ്ങനെയാണ് രാജ്യത്തെ സാംസ്കാരിക പശ്ചാത്തലങ്ങളെ കൂടി ഉൾക്കൊള്ളുന്നത് എന്നതിൻ്റെ ഒരു മികച്ച ഉദാഹരണമാണിത്. അപ്പോൾ നമ്മുടെ ഈ വിശകലനത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നൂറ്റാണ്ട് പഴക്കമുള്ള ഈ നിയമത്തിന് ഇന്നത്തെ ഇന്ത്യയിൽ എന്തു പ്രസക്തിയാണുള്ളത്? ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഈ നിയമം ഒരു അടിത്തറയാണ്. ഈ നിയമമില്ലെങ്കിൽ നമ്മുടെ സ്വത്തിടപാടുകളിൽ വലിയ ആശയക്കുഴപ്പങ്ങളും തർക്കങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സമൂഹത്തിൽ ഒരു സാമ്പത്തിക സുസ്ഥിരത ഉറപ്പാക്കുന്നതിൽ ഈ നിയമത്തിന് വലിയൊരു പങ്കുണ്ട്. അതേസമയം ഇത് കേവലം ഒരു പഴയ നിയമം മാത്രമല്ല. കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ വന്ന, എന്നാൽ ചരിത്രത്തിന്റെ ചില അടയാളങ്ങൾ ഇപ്പോഴും സൂക്ഷിക്കുന്നൊരു രേഖയാണിത്.
നമ്മൾ നേരത്തെ കണ്ട മുസ്ലിം വ്യക്തി നിയമത്തിനുള്ള ഒഴിവാക്കൽ ഇതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണല്ലേ? ഈയൊരു ചോദ്യത്തോടെ നമുക്ക് അവസാനിപ്പിക്കാം. ചരിത്രപരമായ നിയമങ്ങൾ വെറും പുസ്തകത്തിലെ വാക്കുകളല്ല. അവ ഇന്നും നമ്മുടെ ജീവിതത്തെയും നമ്മുടെ സമൂഹത്തെയും നമ്മുടെ അവകാശങ്ങളെയും വളരെ ആഴത്തിൽ സ്വാധീനിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് നിയമങ്ങളെ കൂടുതൽ നന്നായി മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കും.